ഇവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് ഈ SIT സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ ആദ്യം തൂമ്പ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി പരിശോധന നടത്തിയപ്പോൾ അതിൽ കൃത്യമായ തെളിവുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണോ എന്നുള്ള സംശയം പോലും പല ഘട്ടങ്ങളിൽ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ മണ്ണുമാന്തി അവിടെ പരിശോധിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയുമാണ് ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ SIT സംഘം പൂർണ്ണമായും ഈ ശുചീകരണ തൊഴിലാളിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇന്നിപ്പോൾ 6ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. അത് താൻ നേരത്തെ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ശുചീകരണ തൊഴിലാളിയുടെ മൊഴിക്ക് സമാനമായ സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് 100-ലധികം ആളുകളുടെ മൃതദേഹങ്ങൾ അത് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രായമാകാത്ത സ്ത്രീകളുടെയും കുട്ടികളുടേതും ഉൾപ്പെടെ തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ് ശുചീകരണ തൊഴിലാളി മൊഴിയായി ആദ്യം രഹസ്യമൊഴിയായി നൽകുന്നതും പിന്നീട് അത് SIT സംഘത്തിന് മുൻപിൽ 2 ദിവസം വിശദമായി വീണ്ടും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് പരിശോധനയിലേക്ക് ഇനിയിപ്പോൾ SIT സംഘത്തിന് കടക്കേണ്ടി വരും. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് സ്നാനഘട്ടത്തിന്റെ മേഖലയിലാണ് പോയിന്റുകൾ ജിയോ ടാഗ് ചെയ്തുകൊണ്ട് SIT സംഘം നിശ്ചയിച്ചിരുന്നത്. ആ പ്രദേശത്ത് പ്രളയം ഉൾപ്പെടെ കടന്നുപോയതാണ്. 1995 മുതൽ 2014 വരെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള തൊഴിലാളിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി നൽകി പുറത്തേക്ക് വരുന്നത്. തന്റെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് ദുരനുഭവം ഉണ്ടായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും പിന്നീട് 2012 ഒരു 17-കാരിയുടെ കൊലപാതകം ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അത് തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ശുചീകരണ തൊഴിലാളി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താനും തനിക്ക് മാനസാന്തരം ഉണ്ടാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മനോവിഷമം താങ്ങാൻ കഴിയാതെ അത് പോലീസിന് മുൻപിലേക്ക് മൊഴിയായി പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അസ്ഥിക്കൂടം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് സംഘത്തിന് കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആരാണ് മരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അതിന്റെ പരിശോധനകളിലേക്ക് കടക്കേണ്ടി വരും. നിലവിൽ അന്വേഷണ സംഘം നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ PVC പൈപ്പുകൾ അത് എൻഡ് ക്യാപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ അസ്ഥിക്കൂടത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുന്നതിന് കൊണ്ടുപോകുന്നതിന് തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്രമീകരണങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം കടക്കും. ഇനിയിപ്പോൾ ഈ പറയുന്ന നേത്രാവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്നാനഘട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ വനപ്രദേശത്തൊക്കെ പലയിടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നത് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ മേഖലകളിലേക്ക് സ്വാഭാവികമായും ഈ സംഘത്തിന് കടക്കേണ്ടി വരും. അത് ഏതെങ്കിലും മിസ്സിംഗ് കേസുകളുമായി മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണോ ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ 2012 17-കാരിയുടെ മരണം, അതിന് മുൻപ് അനന്യ ഭട്ടിന്റെ മരണം, അങ്ങനെ പലവിധ കേസുകൾ സ്വാഭാവികമായും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ തന്നെ ധർമ്മസ്ഥലയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് കീഴിൽ അടിമകളെ പോലെ കഴിയുന്ന നിരവധിയായ മനുഷ്യർ, അവർക്ക് കാര്യങ്ങൾ പുറത്തു പറയാനുണ്ടായിരുന്ന ഭയം, അതൊക്കെ നമ്മൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ് അന്ന്. എന്നിട്ട് പോലും ചില മലയാളികൾ ഉൾപ്പെടെ നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ പരസ്യമായി തന്നെ വിളിച്ചു പറയാൻ തയ്യാറായി വന്ന സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഇത്തരത്തിൽ അന്വേഷണ സംഘം കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതകൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ പരാതികൾ വരികയാണെങ്കിൽ അതിന്റെ അന്വേഷണത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് പോകേണ്ടിയും വരും. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഈ ശുചീകരണ തൊഴിലാളി നിലവിൽ മൊഴിയായി നൽകിയിട്ടുള്ളതെങ്കിൽ 20 വർഷക്കാലത്തിനിടയ്ക്ക് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുന്നതിന് മുൻപ് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള മിസ്സിംഗ് കേസുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തു. ഇത് സങ്കീർണമായ ഒരു കേസായി മാറുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ശുചീകരണ തൊഴിലാളി അവിടെ എത്തിച്ച് ആ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചില സൂചനകൾ ആ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഇങ്ങോട്ട് ആദ്യം ജൂലൈ 3-ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നു, 4-ന് FIR ഇടുന്നു, പിന്നീട് 18-ാം തീയതി കഴിഞ്ഞിട്ടാണ് SIT രൂപീകരിക്കാനുള്ള തീരുമാനം പോലും ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും അന്വേഷണ സംഘത്തെയും പിന്നാക്കം വലിക്കാനുള്ള നീക്കമുണ്ടായി എന്നുള്ള ആരോപണം വന്നതാണ്. അതിന് പിന്നാലെയാണ് കർണാടക സർക്കാർ ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിശ്ചയിക്കുന്നത്. ആ അന്വേഷണ സംഘം പിന്നീട് പ്രണവ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിൽ, അനുച്ഛേദന ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സജീവമായി രംഗത്തേക്ക് വരുന്നതുമൊക്കെ നമ്മൾ കണ്ടത്. അതിനിടയിൽ തന്നെ അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന 4-അംഗ സംഘത്തിലുണ്ടായിരുന്ന DCP ആയ സൗമ്യലത വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്മാറുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ അതിസങ്കീർണമായി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കേസിനകത്തേക്ക് ഒരു ഹിന്റ് കിട്ടുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെട്ടത് വളരെ നിർണായകമാണ്. ഇനിയിപ്പോൾ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് പൂർണ്ണമായും ശരിവെക്കുന്ന സാഹചര്യത്തിലേക്ക്
കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ സ്കാമായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. കാരണം 100-ലധികം മനുഷ്യരെ, അതിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളെ, കുട്ടികളെ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് അടക്കം വിധേയമാക്കിക്കൊണ്ട് ഒന്ന് കുഴിച്ചു മൂടി എന്നാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. അതിൽ തന്നെ പലരുടെയും മുഖം പോലും വ്യക്തമല്ലാത്ത സാഹചര്യമുണ്ട്. അത് ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ നിലയിലാണ് എന്ന കാര്യം പോലും മൊഴിയിൽ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയെങ്കിൽ എവിടെ നിന്നൊക്കെ എത്തിയ മനുഷ്യരാണ്, ആരൊക്കെയാണ് ഈ മണ്ണിനടിയിലേക്ക് താഴ്ത്തപ്പെട്ടു പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടേണ്ടി വരും. ആ വ്യക്തത തേടിക്കൊണ്ട് തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകും എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ 2012-ലെ 17-കാരിയുടെ മരണം നടക്കുമ്പോൾ അവിടെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം അന്ന് തണുപ്പിക്കാൻ പോലീസ് സംഘത്തിന് കഴിയാതെ വരുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ASP ആയിരുന്നു ഇപ്പോഴത്തെ IPS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഈ അന്വേഷണ സംഘത്തിലുള്ള അനുച്ഛേദൻ. അന്ന് അനുച്ഛേദൻ പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടക്കുമെന്നായിരുന്നു. പിന്നീട് പല വിധത്തിലുള്ള ഇടപെടലുകൾ നടക്കുകയും ആ 17-കാരിയുടെ മരണത്തിൽ കൃത്യതയില്ലാതെ ഇരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ആ ഉദ്യോഗസ്ഥൻ പോലും ഈ ഒരു SIT സംഘത്തിലേക്ക് വരുന്നു. അയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. പ്രണവ് മൊഹന്തി IPS ഈ ഒരു സംഘത്തിന് നേതൃത്വം നൽകുന്നയാൾ. മറ്റൊന്ന് ജിതേന്ദ്രകുമാർ ആണ്, അദ്ദേഹവും ഇതുപോലെ തന്നെ ഗുഡ് സർവീസ് റെക്കോർഡുള്ള ആളാണ്. അനുച്ഛേദനം സമാനമായ രീതിയിൽ തന്നെ സർവീസ് റെക്കോർഡുള്ള ആളാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഈ സംഘം പോകുമെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയും വരും. ഇനിയിപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് കയറി ചെല്ലുകയും വളരെ ചെങ്കുത്തായിട്ടുള്ള മേഖലകൾ പോലും ആ കാട്ടിലുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അവിടെയൊക്കെ ജിയോ ടാഗിംഗ് നടത്തി മണ്ണ് നീക്കിയുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടി വരും. ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ആ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആരാണ് മരിച്ചിട്ടുള്ളത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അങ്ങനെ നിരവധിയായ സങ്കീർണതകൾ കേസിൽ ഉണ്ടെങ്കിൽ പോലും ആ നാട്ടിലെ നാട്ടുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകളിലേക്ക് നിലവിൽ ധർമ്മസ്ഥല എത്തുന്നു എന്നുള്ള സാഹചര്യവും കൂടി സംജാതമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ 2012-ലെ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂട്ടബലാത്സംഗത്തിന് 17-കാരിയെ ഇരയായി എന്ന് വരെ എഴുതി വെച്ചത് ഡോക്ടറാണ്. അതിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരാളെ മാത്രം അതിൽ പ്രതി ചേർക്കുകയും അത് പിന്നീട് കോടതിയിലെത്തി 7 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ട്രയൽ നടക്കുമ്പോൾ ജഡ്ജ് ചോദിക്കുന്നത് ഒരു 17-കാരി ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ട് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന്. പക്ഷേ എങ്ങനെയാണ് ഒരാൾ മാത്രം ഈ കേസിൽ പ്രതിയായത് എന്ന് കോടതി ചോദിക്കുകയും പ്രതിയാക്കപ്പെട്ടിട്ടുള്ള സന്തോഷ് റാവുവിനെ പിന്നീട് വെറുതെ വിടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പല കേസുകളിലും സമാനമായ രീതിയിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി. അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലവും കൂടിയുണ്ട്. അതിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം നേരത്തെ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അസിക്കൂടം ഉൾപ്പെടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടി ഈ സംഘത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം. 10 വർഷം മുമ്പ് നിരവധി